ഇൻകം ടാക്സ് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്കൻ. ഇൻകം ടാക്സ് കണക്കാക്കുമ്പോൾ നമുക്ക് പല രീതിയിലും ടാക്സ് ഡിഡക്ഷൻസ് കിട്ടും. അതിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നത് സെക്ഷൻ 80C പ്രകാരമാണ്. സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അതായത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിൽ 1.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തുക നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കുറച്ച് ബാക്കി തുക വെച്ചാണ് നിങ്ങളുടെ ആ വർഷത്തെ ഇൻകം ടാക്സ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വർഷം 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ 1.5 ലക്ഷം രൂപ ഒരു 80C പ്രകാരമുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1.5 ലക്ഷം രൂപ ഈ ഒരു വരുമാനത്തിൽ നിന്ന് കുറച്ചാൽ ബാക്കി വരുന്ന 2.5 ലക്ഷം രൂപയാണ്. അപ്പോൾ 2.5 ലക്ഷം രൂപ വരെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് തന്നെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടാക്സ് സേവിങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഇൻകം ടാക്സ് തന്നെ ഒഴിവാക്കാനും അല്ലെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട തുക കുറച്ച് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നോക്കാം. ആദ്യം തന്നെ സേഫ് ആയിട്ടുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കാം. അത്തരത്തിലുള്ള ആദ്യത്തെ ഓപ്ഷൻ ബാങ്കുകളിലുള്ള ടാക്സ് സേവിങ് FD ആണ്. നമ്മൾ ബാങ്കിൽ FD ഇടുന്ന പോലെ തന്നെയാണ് ഇവിടെയും പ്രോസസ്സ്. നമ്മളൊരു എമൗണ്ട് FD ഇടുന്നു. അപ്പോൾ നിങ്ങൾ FD ഇടുന്ന തുക അത് ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് സേവിങ് FDയിൽ നിക്ഷേപിക്കാം. ആ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വർഷത്തെ ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടും. ബാങ്ക് FDക്ക് പല കാലാവധിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ടാക്സ് സേവിങ് FDക്ക് 5 വർഷമാണ് ലോക്ക് ഇൻ പീരീഡ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷമേ നിങ്ങൾക്ക് ഈ പണം പിൻവലിക്കാൻ പറ്റുള്ളൂ. സാധാരണ FDക്കൊക്കെ കിട്ടുന്ന പോലെ 6.5%, 7%ഒക്കെയാണ് ഓരോ ബാങ്കിലും ഈ ഒരു ടാക്സ് സേവിങ് FDയിൽ നിന്നുള്ള പലിശ. ഇതിനേക്കാളും കൂടുതൽ കൊടുക്കുന്ന ചില പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം FDകളിൽ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ ടാക്സ് കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഒരു വർഷം 40,000 രൂപ വരെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. 40,000-ന് മുകളിൽ വന്നാലേ ടാക്സ് ഉള്ളൂ. നിങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ വരെ ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം 50,000 രൂപ വരെ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട. അതിന് മുകളിലേക്ക് വന്നാലേ ടാക്സ് കൊടുക്കണ്ടു. അപ്പോൾ 1.5 ലക്ഷം രൂപ നമ്മൾ FDയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത്രയും തുകയൊന്നും ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ടാക്സിനെ കുറിച്ച് നമ്മൾ ബോധേടാവണ്ട. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഡിഡക്ഷൻ കിട്ടും. ഇനി ബാങ്ക് FD പോലെ തന്നെ പോസ്റ്റ് ഓഫീസിലുള്ള ഒരു സ്കീമാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് FD പോലെ നമ്മളൊരു വൺ ടൈം ആയിട്ടാണ് അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് നമുക്ക് എല്ലാ വർഷവും പലിശ കിട്ടും. ഈ പലിശയ്ക്ക് നമുക്ക് കൂട്ടുപലിശ കിട്ടും. അതായത് നമ്മൾ ഒരു വർഷം 1.5 ലക്ഷം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അടുത്ത വർഷം അതിൻ്റെ പലിശയും കൂടെ ഈ ഒരു 1.5 ലക്ഷം രൂപയുടെ കൂടെ കൂട്ടും. എന്നിട്ട് ടോട്ടൽ പലിശ കണക്കാക്കുന്നത് ഈ മുതലും പലിശയും ചേർത്തിട്ടുള്ള തുകയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്ന ഈ ഒരു പലിശ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവിടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തണം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ഗുണമുള്ളത്, നമ്മുടെ 2ാമത്തെ വർഷം മുതൽ ഈ ഒരു ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടാണല്ലോ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് 2ാമത്തെ വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ പരസ്പരം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഫലത്തിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്സ്ട്രാ ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരില്ല. ഇങ്ങനെ നിങ്ങൾക്ക് 1 മുതൽ 4 വർഷം വരെ കിട്ടുന്ന പലിശയെ അടുത്ത വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാം. 5ാമത്തെ വർഷം കിട്ടുന്ന പലിശ നമുക്കിങ്ങനെ കാണിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു പലിശ നമ്മൾ പിന്നീട് അവിടെ നിക്ഷേപിക്കുന്നില്ല. 5 വർഷമാണ് NSEയുടെ കാലാവധി. അപ്പോൾ നമ്മൾ നിക്ഷേപിച്ച തുകയും പലിശയും ചേർത്ത് നമ്മൾ പിൻവലിക്കും. അപ്പോൾ 4 വർഷത്തെ പലിശ നമുക്ക് ഇതേപോലെ അടുത്ത വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണിച്ചിട്ട് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. NSEയിൽ നിങ്ങൾക്ക് മിനിമം 1000 രൂപയാണ് നിക്ഷേപിക്കാവുന്നത്. അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. പക്ഷേ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നത് 1.5 ലക്ഷം രൂപ വരെ ആയതുകൊണ്ട് പരമാവധി ടാക്സിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഇവിടെ 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാൽ മതി. ആ തുകയ്ക്ക് 7% പലിശയാണ് ഇപ്പോഴത്തെ പലിശ നിരക്ക്. ആ പലിശയും അടുത്ത വർഷം തൊട്ട് അതിൻ്റെ കൂട്ടുപലിശയും ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് കിട്ടും. ഇനി ഇതേപോലെ തന്നെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. ഇതും 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5 വർഷത്തിന് ശേഷമേ നിങ്ങൾക്ക് ആ പണം പിൻവലിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ സീനിയർ സിറ്റിസൺസ് ആയതുകൊണ്ട് ഇവിടുത്തെ പലിശ നിരക്ക് കൂടുതലാണ്. ഇപ്പോൾ 2023 മാർച്ചിലുള്ള നിങ്ങളുടെ പലിശ നിരക്ക് 8%. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക്
സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ പാരൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ആരുടെ പേരിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾക്ക് ആ വർഷത്തെ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കാണ് ഇവിടെയും നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ നിങ്ങളിവിടെ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഷത്തെ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാം. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ആ തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എല്ലാ വർഷവും 8% വെച്ച് പലിശ കിട്ടും. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന തുകയ്ക്ക് ലിമിറ്റ് ഉണ്ട്. ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷവും ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എത്ര തുക ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ടാക്സ് ഡിഡക്ഷന് വേണ്ടി 1.5 ലക്ഷം രൂപയെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ടാക്സിന് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസ് ആയതുകൊണ്ട് 50,000 രൂപ വരെയുള്ള പലിശയ്ക്ക് നമുക്ക് ടാക്സ് ഇല്ല. അതിന് മുകളിൽ നിങ്ങൾക്ക് പലിശ ഒരു വർഷം കിട്ടുന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ 50,000-ന് മുകളിൽ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ TDS പിടിച്ചിട്ട് ബാക്കി തുകയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 1.5 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 50,000 രൂപയൊന്നും നമുക്ക് ഒരു വർഷം പലിശ ഇനത്തിൽ കിട്ടില്ല. അപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മളങ്ങനെ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെല്ലാമാണ് സേഫ് ആയിട്ടുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇനി നമുക്ക് വൺ ടൈം അല്ലാതെ കുറച്ചധികം കാലം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഇതേപോലെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കാം. അതിൽ ഏറ്റവും ആദ്യമുള്ളത് PPF ആണ്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. PPFന്റെ കാലാവധി വരുന്നത് 15 വർഷമാണ്. PPFൽ നിങ്ങൾ എല്ലാ വർഷവും മിനിമം 250 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലേ ഈ ഒരു അക്കൗണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ. അതിൽ മാക്സിമം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് 1.5 ലക്ഷം രൂപ വരെയാണ്. ഈ ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോഴത്തെ PPFന്റെ പലിശ നിരക്ക് 7.1%. PPFൽ പലിശ കണക്കാക്കുന്നത് കൂട്ടുപലിശയായിട്ടാണ്. അപ്പോൾ ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന പലിശ അടുത്ത വർഷം മുതലിൻ്റെ കൂടെ കൂട്ടി അതിനും ചേർത്തിട്ടുള്ള പലിശ അതിൻ്റെ അടുത്ത വർഷം കിട്ടും. സോ PPFൽ നിന്ന് സേഫായിട്ട് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുകളിൽ PPF തുടങ്ങാം. അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഇപ്പോൾ PPF തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. PPFനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് 2 വീഡിയോസ് ഈ ചാനലിലുണ്ട്. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ PPFനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അത് കണ്ടു നോക്കുക. ടാക്സ് ഡിഡക്ഷന് വേണ്ടി PPF ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് എല്ലാ വർഷവും ഈ 15 വർഷവും നിങ്ങൾക്ക് 1.5 ലക്ഷം വെച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ 15 വർഷവും 1.5 ലക്ഷത്തിൻ്റെ ടാക്സ് ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അവസാനം ഇതിൽ നിന്ന് കിട്ടുന്ന തുകയ്ക്ക് ടാക്സ് ഇല്ല. അതായത് നിങ്ങൾ അടച്ച പ്രിൻസിപ്പളിനും ഇല്ല, നിങ്ങൾക്ക് കിട്ടുന്ന പലിശയ്ക്കും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എക്സംപ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് PPF. ടാക്സ് യാതൊരു തരത്തിലും വരാത്ത നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇനി ഇതേപോലുള്ള മറ്റൊരു ഓപ്ഷനാണ് സുകന്യ സമൃദ്ധി യോജന. പക്ഷേ ഇത് പെൺമക്കളുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ സുകന്യ സമൃദ്ധി യോജന തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മകൾക്ക് 10 വയസ്സാവുന്നതിന് മുമ്പ് മകളുടെ പേരിൽ നിങ്ങൾക്ക് സുകന്യ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യാം. സുകന്യ സമൃദ്ധി യോജനയിലും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 250 രൂപയാണ്. മാക്സിമം ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാം. സുകന്യ സമൃദ്ധി യോജന 15 വർഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ 6 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. ആകെ 21 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. പക്ഷേ നേരത്തെ PPFൽ പറഞ്ഞ പോലെ ഈ 15 വർഷവും നിങ്ങൾക്ക് ഇവിടെ 1.5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ 15 വർഷവും നിങ്ങൾക്ക് അതിനുള്ള ടാക്സ് ബെനിഫിറ്റ് കിട്ടും. സുകന്യ സമൃദ്ധി യോജനയ്ക്ക് എപ്പോഴും PPFനേക്കാൾ 0.5% പലിശ കൂടുതലായിരിക്കും. ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.6%. ഇവിടെയും പലിശ കൂട്ടുപലിശയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫായിട്ട് വളരെ ഉയർന്ന റിട്ടേൺസ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. സുകന്യ സമൃദ്ധി യോജനയും പോസ്റ്റ് ഓഫീസുകളിൽ തുടങ്ങാം. അതേപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളിലും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. മകളുടെ പേരിലാണ് അക്കൗണ്ടെങ്കിലും അതിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ആരാണോ അയാൾക്ക് ആ വർഷത്തെ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് ഇതിലേക്ക് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടും. അടുത്ത ഓപ്ഷനാണ് NPS, നാഷണൽ പെൻഷൻ സ്കീം. ഇതൊരു പെൻഷൻ സ്കീമാണ്. ഈ പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ഡിഡക്ഷൻ കിട്ടും. NPSൻ്റെ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ റിട്ടയർഡ് ആവുന്നവരെ, അതായത് 60 വയസ്സ് വരെയാണ്. നിങ്ങളിപ്പോൾ നിക്ഷേപം തുടങ്ങിയാലും 60 വയസ്സിൽ നിങ്ങൾ നിക്ഷേപിച്ച പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അത് മുഴുവൻ തുകയും നമുക്ക് തിരിച്ചു കിട്ടില്ല. മാക്സിമം 60% വരെ, അതായത് നിങ്ങൾ നിക്ഷേപിച്ച് പലിശയും ചേർത്ത് എത്ര തുകയുണ്ടോ അതിൻ്റെ 60% വരെ നിങ്ങൾക്ക് പിൻവലിക്കാം. ബാക്കി 40% കൊണ്ട് നമ്മളൊരു ആനുവിറ്റി വാങ്ങണം. ആ ആനുവിറ്റിക്ക് മാസം നമുക്ക് പെൻഷൻ പോലെ ഒരു എമൗണ്ട് പലിശയായിട്ട് അതിൽ നിന്ന് കിട്ടും. NPS നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സിലും കോർപ്പറേറ്റ് ബോൺസിലും ഗവൺമെൻറ് ബോൺസിലൊക്കെയാണ്. പക്ഷേ ഇതിലെല്ലാം കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരമാവധി റിസ്ക് കുറച്ച്
നമുക്ക് 10% റിട്ടേൺസ് എൻ പി എസിൽ നിന്ന് കിട്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഇത്രയും കാലാവധി ഉള്ളതുകൊണ്ടും 10% റിട്ടേൺസ് ഒക്കെ എൻ പി എസിൽ നിന്ന് കിട്ടും. എൻ പി എസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ പി എസിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു ഐഡിയ കിട്ടും. ഇതുവരെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനെക്കാളും എൻ പി എസിന് മറ്റൊരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. എൻ പി എസിന് ഒരു 50,000 രൂപയും കൂടെ ടാക്സ് റിഡക്ഷൻ കിട്ടും. അതായത് സെക്ഷൻ 80 CCD 1B എന്ന് പറഞ്ഞ സെക്ഷൻ പ്രകാരം 50,000 രൂപയും കൂടെ നിങ്ങൾക്ക് എൻ പി എസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ ഒരു വർഷം 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ എൻ പി എസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത്രയാണ് സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അടുത്ത ഓപ്ഷൻ സേഫ് അല്ലാത്ത ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതാണ് ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്സ്. ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് വരുന്ന ലോക്ക് ഇൻ പീരീഡ് 3 വർഷമാണ്. അതായത് നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞിട്ടേ ആ ഒരു പണം പിൻവലിക്കാൻ പറ്റുള്ളൂ. ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ലംസമായിട്ടൊരു തുക വർഷത്തിൽ ഒരു തവണ ഒറ്റ തുകയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എല്ലാ മാസവും ഒരേ തുക വരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ലംസമായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര തുക വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള തുകയ്ക്ക് നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ടാക്സ് റിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് SIP ഓപ്ഷൻ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാ മാസവും 12,500 രൂപ വരുന്ന ഒരു SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് 12,500 രൂപ എല്ലാ മാസം അടയ്ക്കുക. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് 1.5 ലക്ഷം രൂപ ഈ ഒരു ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ആവും. ആ 1.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു വർഷത്തെ ടാക്സ് റിഡക്ഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. ഇത്രയും നേരം പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിനേക്കാളും ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന് 10%-നേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഇതിന് റിസ്ക്കും ഉണ്ട്. ചിലപ്പോൾ ഇതിന് നെഗറ്റീവ് റിട്ടേൺസ് വരും. അതായത് നമ്മൾ നിക്ഷേപിച്ച പണം പോലും ചിലപ്പോൾ തിരിച്ചു കിട്ടില്ല. അപ്പോൾ കൂടുതൽ റിട്ടേൺസ് കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ടാക്സും സേവ് ചെയ്യണം, ഒപ്പം നല്ല റിട്ടേൺസും വേണമെന്നുള്ളവർക്ക് ELSS ഒരു നല്ല ഓപ്ഷനാണ്. ELSS അതായത് ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് ആണ്. അത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കല്ല ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. അയാളുടെ അഭാവത്തിൽ അയാളുടെ ഫാമിലിക്കും അയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കുമാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് കൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. നിങ്ങൾ ടേം ഇൻഷുറൻസിന് അടയ്ക്കുന്ന പ്രീമിയത്തിന് ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെയുള്ള ടാക്സ് റിഡക്ഷൻ സെക്ഷൻ 80C പ്രകാരം നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ളൊരു ഓപ്ഷൻ ULIP ആണ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. ഇതൊരു ഇൻഷുറൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിവിടെ നിക്ഷേപിക്കുന്ന തുകയിൽ ഒരു ഭാഗം ഒരു ഇൻഷുറൻസിലേക്കാണ്, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ ഈ 5 വർഷം നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഇനി ബാക്കി എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലും പിന്നെ ബാലൻസ്ഡ് ഫണ്ടുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് റിട്ടേൺസ് ഫിക്സ്ഡ് അല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണോ ആ ഫണ്ടിനനുസരിച്ചാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുക. പക്ഷേ ഇവിടെയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്ക് ഒരു വർഷം 1.5 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ULIPയിലെ ഒരു പ്രശ്നം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ആ ഒരു പ്രീമിയം എമൗണ്ട്, അതായത് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് അടയ്ക്കുന്ന തുകയ്ക്കാണ് നമുക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടുക. അപ്പോൾ 1.5 ലക്ഷം രൂപ പ്രീമിയത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അതിനേക്കാളും കൂടിയ തുക ULIPയിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 1.5 ലക്ഷം രൂപ പ്രീമിയം അടച്ച തുകയ്ക്ക് നമുക്ക് 80C പ്രകാരം ടാക്സ് റിഡക്ഷൻ കിട്ടും. പക്ഷേ ഇത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സെക്ഷനിൽ ആകെ കിട്ടുന്നത് 1.5 ലക്ഷം രൂപയുടെ റിഡക്ഷനാണ്. അപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഒരു വർഷം ചിലവ് വരുള്ളൂ. അപ്പോൾ ആ ഒരു 20,000 രൂപയ്ക്ക് ടേം ഇൻഷുറൻസ് എടുത്താൽ ബാക്കി 1,30,000 രൂപ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്കീമുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആകെ ഒരു വർഷം 1.5 ലക്ഷം രൂപ ചിലവാക്കിയാൽ മതി. നിങ്ങൾക്കുള്ള ഇൻഷുറൻസ് കവറേജും കിട്ടും, നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷനും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ULIPയിൽ കൂടുതൽ തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സ് റിഡക്ഷൻ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ഇത് ഓരോന്നിൻ്റെയും റിട്ടേൺസും ലോക്കിൻ പീരീഡ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് യോജിച്ചത് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ അതേപോലെ ഇതിലെ ഒറ്റ ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. ആകെ ഒരു വർഷം 1.5 ലക്ഷം രൂപ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. പല ഓപ്ഷൻസിൽ റിസ്ക് കൂടുതലുള്ളതിലും കുറവിലുള്ളതിലും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നതും എല്ലാം നോക്കി ബാലൻസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലും നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് കിട്ടും. 1.5 ലക്ഷം രൂപയുടെ ടാക്സ് റിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻകം ടാക്സ് 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓൾഡ് റെജീമും ഉണ്ട്, ന്യൂ റെജീമും ഉണ്ട്.
ഓൾഡ് റെജീമിലാണ് ഇത്തരം ഡിഡക്ഷൻസ് ഒക്കെ ഉള്ളത്. ന്യൂ റെജീമിൽ ഇത്തരം ഡിഡക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ന്യൂ ടാക്സ് റെജീമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ യാതൊരു ടാക്സ് ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ ടാക്സ് ഡിഡക്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം തന്നെ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട് സർക്കിളിലൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ സ്കീമുകളെയും കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഈ ചാനലിലുണ്ട്. അത് മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ഈ ചാനലുണ്ട്. അപ്പോൾ ആ മറ്റ് വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വാൾപേപ്പർ എൻ്റെ ഫ്രണ്ട് രഞ്ജിത്ത് സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനും ഇതുപോലെ വാൾപേപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്താൽ മതി. രഞ്ജിത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാൾപേപ്പർ വേണമെങ്കിൽ രഞ്ജിത്തിനെ കോൺടാക്ട് ചെയ്യുക.